ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ BSE സെൻസെക്സ് ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും ഓൾ ടൈം ഹൈയിലാണ്. ഇപ്പോൾ ശരിക്കും മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ്. ഇനിയും വളരാനാണോ അല്ലെങ്കിൽ തളരാനാണോ കൂടുതൽ സാധ്യത എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഇന്നേ ദിവസത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറുകളിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. Once again, welcome back to the Thommichan tips powered by Diaz Academy. My name is Primson Diaz. Thommichan tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ചാർട്ടാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ 2003 തുടങ്ങി 2023 വരെ, അതായത് കഴിഞ്ഞ 20 വർഷത്തെ ഒരു നിഫ്റ്റിയുടെ മൂവ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ ഓൾ ടൈം ഹൈ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇപ്പം നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം 18,758 പോയിൻ്റ് വരെ നിഫ്റ്റി ഉയർന്നിരുന്നു. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി ശരിക്കും ഓവർ വാല്യൂഡ് ആണോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾക്ക് വളരെ സഹായിക്കുന്ന ഒരു റേഷ്യോ ആണ് പി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രൈസ് ടു ഏർണിങ്സ്. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂവിൽ ഞാൻ ഒരു ഷെയറിലോ നിഫ്റ്റിയിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്ര വർഷം കൊണ്ട് കമ്പനി തരുന്ന ഒരു ഏർണിങ്സ് വെച്ച് എത്ര വർഷം കൊണ്ട് ഈ എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടും എന്നതാണ് പി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പി റേഷ്യോ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷെയർ അല്ലെങ്കിൽ നിഫ്റ്റി അണ്ടർ വാല്യൂഡ് ആണ് എന്നതാണ്. അതേസമയം പി റേഷ്യോ ഉയർന്നിരിക്കുകയാണെങ്കിൽ ഇത് ഓവർ വാല്യൂഡ് ആണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മളിപ്പോൾ 2003 തുടങ്ങിയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഏകദേശം മാർക്കറ്റും ഈ പി റേഷ്യോ ഒരേ രീതിയിലാണ് സാധാരണ രീതിയിൽ പോകാറുള്ളത്. എന്നാൽ ഈ 2021 തുടക്കം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യം, മാർക്കറ്റ് മുകളിലേക്ക് പോയി, എന്നാൽ പി റേഷ്യോ താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പി റേഷ്യോ ഏകദേശം 41.8 വരെ ഉണ്ടായിരുന്നു. അതായത് ആ സമയത്ത് ഇപ്പം നിഫ്റ്റി 15,000 പോയിൻ്റാണ്. പക്ഷേ ഇന്നിപ്പോൾ നിഫ്റ്റി 18,000 സംതിങ് ആയിട്ടും പി റേഷ്യോ 21.92 ആണ്. സാധാരണ നമുക്ക് കാണാവുന്ന ഒരു കാര്യം അതായത് ഇത് രണ്ടും ഓരോ രീതിയിൽ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് കാരണം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പീരീഡിൽ EPS അതായത് ഏർണിംഗ് പെർ ഷെയർ, ഇപ്പോൾ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടായി എന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ EPS അതായത് ഏർണിങ്സ് പെർ ഷെയർ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പോൾ കോവിഡിന് മുമ്പ് നിഫ്റ്റിയുടെ EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 439 ആണ്. അതിനുശേഷം കോവിഡ് വന്ന് ഇപ്പോൾ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി എല്ലാം വളരെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. അത് ഏകദേശം 343 വരെ ഡൗൺ ആയിരുന്നു. അതിനുശേഷം ഈ 2021 ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാര്യം, ഈ ഏർണിങ്സ് പെർ ഷെയറിൽ വലിയൊരു കുതിച്ചു ചാട്ടമാണ്. അതായത് ഈവൻ കോവിഡിന് മുമ്പ് ഇപ്പം 439 440 ആയിരുന്നെങ്കിൽ ഇപ്പം നിലവിൽ ഇപ്പം നിഫ്റ്റിയുടെ EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 863. അതായത് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ വളരെ ഷോർട്ട് പീരീഡിൽ ഇപ്പം നിഫ്റ്റിയുടെ ഏർണിങ്സ് ഓൾമോസ്റ്റ് ഡബിളായി. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു വർധനവ് മാർക്കറ്റിൽ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇപ്പം നിഫ്റ്റി ഇപ്പോൾ 8,728 ആയിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഏർണിങ്സിൽ ഭയങ്കര ഹ്യൂജ് വ്യത്യാസം വന്നു. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസം മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാർട്ടിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, മാർക്കറ്റ് മുകളിലേക്ക് പോയി, എന്നാൽ ഈ പി റേഷ്യോ താഴേക്ക് വന്നു. അതിനർത്ഥം ഇപ്പം നമുക്ക് കാണാവുന്ന ഇവിടെ തന്നെ നമുക്ക് കാണാവുന്ന ഒരു 2014 ശേഷം പി റേഷ്യോ 20 താഴെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവ സമയം. അതായത് കൊറോണ ടൈമിൽ ഏകദേശം ഒരു 2-3 ദിവസം മാത്രമാണ് 20 താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ 20 താഴെ ഇപ്പം നിഫ്റ്റിയുടെയൊക്കെ പി റേഷ്യോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അതിന് മുൻപ് 2014 മുൻപ് ഏകദേശം ഒരു 10 വർഷം മുമ്പാണ് ഈ പി റേഷ്യോ ഇപ്പം 20 താഴെ കൂടുതൽ നാൾ നിന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 20 മുകളിലാണ്
പി റേഷ്യോ എപ്പോഴും നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനർത്ഥം ഇപ്പം നിലവിൽ 21.92 ആണ് പി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണെങ്കിൽ പോലും ഇപ്പോഴും ഈ വാല്യുവേഷൻ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്കും ഓവർ വാല്യൂഡ് അല്ല എന്നാണ് അർത്ഥം. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട കുറച്ച് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ എക്കണോമിക്കൽ സിനാരിയോ, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പൊസിഷൻ എല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സ്പേർട്സും ഒന്നും വലിയൊരു കറക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ അവരൊന്നും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. ഇനിയും മുന്നോട്ട് പോകാൻ പോസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് അവരെല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഷോർട്ട് ടൈമിൽ ചെറിയൊരു കറക്ഷൻ മേ ബി സംഭവിക്കാം, എന്നിരുന്നാൽ പോലും അത് വലിയൊരു രീതിയിലുള്ള കറക്ഷൻ വരാനുള്ള സാധ്യതയില്ല എന്നാണ് മാർക്കറ്റ് എക്സ്പേർട്സ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം മാർക്കറ്റിൽ ഇപ്പോൾ ഏകദേശം ഒരു 1-2 മാസം മുമ്പെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റെല്ലാം അത്യാവശ്യം അണ്ടർ വാല്യൂഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം ഇപ്പം നമ്മൾ പല നിക്ഷേപകരുടെ അടുത്തും ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ തുക ഉണ്ടെങ്കിൽ നിക്ഷേപിക്കാനെല്ലാം പറയുന്ന സമയത്ത് അവരെല്ലാവരും പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും മാർക്കറ്റ് ഇടിയും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ തിങ്കിങ് ലെവലിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പല സമയത്തും ഓഹരി വിപണി പ്രതികരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഏറ്റവും താഴ്ന്നതിന് ശേഷം നമ്മൾ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നില്ലെങ്കിൽ SIP മെത്തേഡ്. ഇപ്പോൾ SIP മെത്തേഡ് ആകുമ്പോഴേക്കും ഇപ്പോൾ മന്ത് ഓൺ മന്ത് നമ്മൾ അറിയാതെ തന്നെ ഈ ഓരോ കയറ്റയിറക്കത്തിലും നമ്മൾ പർച്ചേസിങ് നമുക്ക് നടത്താൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് STP, ഇപ്പോൾ നമുക്ക് ലംസ് എമൗണ്ട് ഒരു ലിക്വിഡ് ഫണ്ടിലോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീക്ക്ലി എന്നോളം ഒരു സർട്ടൻ എമൗണ്ട് നമ്മൾ ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് മാറ്റണമെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഇനി അതും അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ ലംസ് എമൗണ്ട് താങ്കൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഓരോ ഡിപ്പ് വരുമ്പോഴും കുറച്ച് എമൗണ്ട് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ മൊത്തം താഴ്ന്നതിന് ശേഷം മൊത്തം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് താങ്കൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നോർമൽ സിറ്റുവേഷനിൽ സാധിക്കാറില്ല എന്നതാണ് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു എക്സ്പെർട്സിനെ കണ്ടുപിടിച്ച് അവരുടെ സഹായത്തോടു കൂടി ഒന്ന് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ശരിയായ രീതിയിൽ നിക്ഷേപിക്കുക എന്നതാണ്. അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ സാധാരണ രീതിയിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിഫ്റ്റി ഇപ്പം ഈ ഒരു പോയിന്റിൽ നിഫ്റ്റിയുടെ പോയിന്റ് 6000 ആയിരുന്നു. ആ സമയത്തും ഓൾ ടൈം ഹൈ ആയിരുന്നു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം 8600 ആ സമയത്ത് ഓൾ ടൈം ഹൈ ആയിരുന്നു. പിന്നെ 11,000 ആ സമയത്ത് ഓൾ ടൈം ഹൈ ആയിരുന്നു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 18,000 ഈ സമയത്തും ഓൾ ടൈം ഹൈ തന്നെയാണ്. ഇനിയും അത് 20,000 ആവും, 25,000 ആവും, 30,000 ആവും, 50,000 ആവും. ഈ തരത്തിലുള്ള ലെവലിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓൾ ടൈം ഹൈ എന്നത് ഓരോ സമയത്തും അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2004 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റി 967 പോയിൻ്റാണ്. അപ്പോൾ അതും ആ ടൈമത്ത് ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബോട്ടത്തിൽ നിക്ഷേപിക്കാൻ ഒരു മിക്കവർക്കും സാധിക്കില്ല. താങ്കൾക്ക് ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറുകളിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം എല്ലാ ആഴ്ചകളും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളെല്ലാം താങ്കൾക്ക് കൃത്യസമയത്ത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ച് ടിപ്സ് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.